لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ് ബദർ യുദ്ധം എന്ന് പറയുന്നത്. ഒരു മഹാസംഭവമാണത്. ഹിജറ 2-ാം വർഷത്തിലാണ് അത് നടക്കുന്നത്. ഹിജറ 2-ാം വർഷത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റും ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കിയതും 2-ാം വർഷത്തിലാണ്. അതുപോലെ തന്നെ ഖിബിലമാറ്റം സംഭവിച്ചതും ഹിജറ 2-ാം വർഷത്തിലാണ്. അപ്പോൾ ഈ 2-ാം വർഷം സംഭവ ബഹുലമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. ഇസ്ലാമിക പ്രബോധന രംഗത്ത് മക്കയിലുള്ള മുശ്രിക്കുകൾ തടസ്സമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെയും കൂട്ടി അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘത്തെ തടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബദറിലേക്ക് പുറപ്പെടുകയാണ്. സത്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടു കൂടിയല്ല അവർ പുറപ്പെടുന്നത്. മറിച്ച് ആ കച്ചവട സംഘത്തെ തടുക്കുക, പ്രതിരോധിക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെട്ട സഹാബികൾ സാധാരണ പോലെ അവരുടെ കൈകളിൽ ഉണ്ടാകുന്ന ആ ഒരു ആയുധമല്ലാതെ, സാധാരണ അവർ കൊണ്ടു നടക്കാറുള്ള ആയുധമല്ലാതെ മറ്റൊരു യുദ്ധത്തിന് വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള ആയുധങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പോ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മറുപക്ഷത്താണെങ്കിൽ ഈ വിവരം അറിഞ്ഞ് 1000-ലധികം വരുന്ന എല്ലാ സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി, എല്ലാ സജ്ജീകരണത്തോടും കൂടി 1000-ഓളം വരുന്ന ഒരു സൈന്യം ഈ നിരായുധരായ 313 സഹാബികളെ നേരിടാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ബദറിലെ ചില സന്ദേശങ്ങളാണ്. റിസാലത്തു ബദറിൻ്റെ സന്ദേശമാണ്. അപ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി പുറപ്പെട്ട ഈ ഒരു മുശ്രിക്ക് സൈന്യം അവർ ബദറിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഇവിടെ ഒരുപാട് മഹാസംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, 313 നിരായുധരായ, പ്രത്യേകിച്ച് ആയുധങ്ങളും യുദ്ധത്തിനുള്ള കോപ്പുകളൊന്നും ഇല്ലാത്ത 313 നിരായുധരായ സഹാബികളും എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള 1000-ഓളം വരുന്ന മറുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ എണ്ണമുള്ളവരാണ് ജയിക്കുക എന്നുള്ളത്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ മലക്കുകളെ നിയോഗിച്ച് മുസ്ലിം സൈന്യത്തെ സഹായിക്കുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു യുദ്ധമാണല്ലോ ബദർ യുദ്ധം എന്ന് പറയുന്നത്. അതിലൊന്നാമതായി നമുക്കതിൻ്റെ സന്ദേശം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഗലബുൽ ഈമാനി അലൽ കുഫ്രി, ഈമാനിൻ്റെ വിജയമാണ്. കുഫ്റിനെതിരെ ഈമാനിൻ്റെ വിജയമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, അന്തുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ എന്നുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തെ അംഗീകരിക്കുക എന്നുള്ള ഒരു ഗുണപാഠം ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. മിഖ്ദാദ് ബിൻ അംർ, മുഹാജിറുകളുടെ നേതാവായ മിഖ്ദാദ് ബിൻ അംർ പറയുന്നുണ്ട്, പ്രവാചകരെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളോട് കൽപ്പിച്ചതെങ്കിൽ അതനുസരിച്ച് താങ്കൾ മുന്നോട്ട് പോവുക, എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്.
അതേപോലെ തന്നെ അൻസാരികളുടെ ഭാഗത്തു നിന്നും സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹും ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ചരിത്രത്തിലൊക്കെ അതിങ്ങനെ തങ്ക ലിപികളാൽ രേഖപ്പെടുത്തി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുക എന്ന് പറയുന്ന, അനുസരിക്കുക എന്ന് പറയുക, ചോദ്യം ചെയ്യാതെ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറയുന്ന വലിയൊരു തത്വം ഇതിലടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സഹാബികളുടെ അങ്ങേയറ്റത്തെ സ്വർഗപ്രവേശനം, സ്വർഗത്തിൽ ഞങ്ങൾക്ക് പ്രവേശിക്കണം എന്നുള്ള അതിയായ താല്പര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ദിവസത്തിൽ ഒരു വിളംബരം നടത്തുകയാണ്. ഖുമൂ ഇലൽ ജന്നത്തി അർളുഹ സമാവാതു വൽ അർള്, ആകാശങ്ങളും ഭൂമിയോളവും വിശാലമായ സ്വർഗത്തിലേക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് പുറപ്പെടൂ എന്ന് പറഞ്ഞപ്പോൾ ഉമൈർ ബിനുൽ ഹമ്മാം റളിയല്ലാഹു തആല പറയാണ്, ബഹ് ബഹ്, പ്രവാചകരെ നിർത്തൂ, മതി. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഉൻ അൻ അകൂന മിൻ അഹ്ലിഹ, പ്രവാചകരെ ഇനിയിങ്ങനെ കൂടുതൽ പറയേണ്ട, എനിക്ക് ആ സ്വർഗത്തിൻ്റെ അതിൻ്റെ അഹ്ലുകാരിൽ, അതിൻ്റെ ആളുകളിൽ എനിക്കും ഉൾപ്പെടണം എന്നുള്ള താല്പര്യം കൊണ്ടാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇന്നക മിൻ അഹ്ലിഹ, തീർച്ചയായും നീ ഉമൈർ ബിൻ ഹമ്മാം, താങ്കൾ സ്വർഗത്തിൻ്റെ അഹ്ലുകാരാണ് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ബദർ യുദ്ധത്തെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. ഇതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യരായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.